ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ലൈറ്റ് സൈഡ് ലൈറ്റ് ചെക്ക്, ക്യാമറ ഹലോ ചെക്ക്. A few moments later. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എൻ്റെ വീഡിയോസ് എല്ലാം സ്പെഷ്യലാണെന്ന് ഞാൻ പറയാറുണ്ട്, പക്ഷേ ഈ വീഡിയോ കുറച്ചുകൂടി സ്പെഷ്യലാണ്. ബിക്കോസ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഏകദേശം ഒരു 6-7-8 മാസത്തോളം ആയിട്ടുണ്ട്. കാരണം എൻ്റെ റൂം മേക്ക് ഓവർ ആണ് ഈ വീഡിയോ. ഹൗ ടു മേക്ക് മൈ റൂം ലുക്സ് ലൈക്ക് എ പിൻട്രസ്റ്റി റൂം. ഓക്കെ, അതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന് ഞാൻ കസ്റ്റമൈസ് ചെയ്ത റൂമാണ്. ഞാൻ കുറേ റിസർച്ച് ചെയ്ത് എൻ്റേതായിട്ടുള്ള ഡിസൈനിൽ ഞാൻ അറ്റ് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള എൻ്റെ റൂമിലാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് റെനോവേഷനും കുറച്ച് അലങ്കാര പണികളുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാഗ്രാം ID യൂട്യൂബ് ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പറയാം. ഓക്കെ, എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഞാൻ വിറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നേരെ നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിലെ ഫസ്റ്റ് ലുക്ക്. എൻ്റെ റൂം ഉണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു. ഈ റൂമിനെ നമ്മൾ റെനോവേറ്റ് ചെയ്ത് പിൻട്രസ്റ്റി ടൈപ്പ് ആക്കുന്നത്. ആദ്യം തന്നെ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ റൂമിൽ നിന്ന് നമ്മുടെ തുണികളൊക്കെ മാറ്റുവാണ്. കബോർഡ് ഫുള്ളി ചേഞ്ച് ചെയ്തിട്ട് വേറെ തന്നെ കബോർഡ് ചെയ്യാനാണ് നമ്മുടെ ഐഡിയ. കാരണം ആ കബോർഡിൻ്റെ അകത്ത് നിന്ന് ഈർപ്പം വരുന്നുണ്ട്, അപ്പോൾ ഡ്രസ്സൊക്കെ ചീത്തയാവുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ കബോർഡ് ഫുള്ളും മാറ്റി സ്പേസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ സൈഡിലുള്ള പോർഷൻ കാണുമ്പോഴത്തേക്കും ഈ പൊരിഞ്ഞ് വെള്ളം ഈർപ്പം അടിച്ചിട്ട് പൊരിഞ്ഞിളകി പെയിന്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്ക്രബ് ചെയ്ത് മാറ്റി പുട്ടിയൊക്കെ ഇട്ട് ഒന്നുകൂടി പെയിന്റ് അടിക്കാനുള്ള പ്ലാനാണ്. ഞാൻ സെലക്ട് ചെയ്ത കളർ വന്നിട്ട് വൈറ്റ് ആണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കബോർഡും ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ടുള്ള ഒരു കബോർഡാണ് ചെയ്യുന്നത്, ആ സ്പേസ് ഫുള്ളായിട്ടും. അതുപോലെ തന്നെ സൺ സൈഡിൽ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അവിടെയും ചെയ്യുന്നുണ്ട്. നമ്മൾ വൈറ്റ് കളറിലുള്ള കബോർഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് റൂമിന്റെ പെയിന്റ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു ഏകദേശം. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു 8ന്റെ പണി കിട്ടിയത്. നമ്മുടെ വീട്ടിൽ ബാക്കി റെനോവേഷൻ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ മഴ പെയ്ത ആ വെള്ളം എല്ലാം കൂടി എൻ്റെ റൂമിലേക്ക് വന്നു. ഫുള്ളി അലമ്പായി. അത് ക്ലീൻ ചെയ്യാൻ ഏകദേശം 2 ദിവസം എടുത്തായിരുന്നു. നമ്മളെല്ലാം കൂടി നിന്ന് ക്ലീൻ ചെയ്തു. ക്ലീനിങ് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ പണ്ടൊരു കമ്പ്യൂട്ടർ വയ്ക്കുന്ന ഒരു ടേബിൾ ഉണ്ടായിരുന്നു, ബ്രൗൺ കളർ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ തന്നെ പെയിന്റ് അടിച്ച് ഒരു എസ്തെറ്റിക് രീതിയിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് PC-യും ഡ്രൈ ക്യാബിനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റൂം കുറച്ചും കൂടി എസ്തെറ്റിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് പോസ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ റൂമിൽ പോസ്റ്റേഴ്സും കർട്ടന്റെ പരിപാടിയും അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ക്വിക്കായിട്ട് ഒരു ട്രാൻസിഷൻ കണ്ടല്ലോ റൂമിന്റെ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ റൂം. എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന് ഞാൻ ചെയ്ത എൻ്റെ റൂം. ഈ റൂം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചെറിയ പരിപാടികൾ മാത്രമേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഡെക്കോർ ഐറ്റംസ് ആയിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് വാങ്ങിച്ചിട്ടില്ല. ഒരു സൺസെറ്റ് ലാമ്പും ആ ഫ്ലവർ വൈസും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ കാണുന്ന ഒരു 3 ഫ്രെയിം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ. വളരെ ബഡ്ജറ്റായിട്ടാണ് ഡെക്കോർ ഐറ്റംസ് സെറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ കർട്ടൻ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത ഒരു കർട്ടനാണ്, ഡബിൾ കർട്ടനാണ്. എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കർട്ടൻ ചെയ്യാൻ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റൂമിന്റെ സൈഡിൽ ഞാനൊരു സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട് ഷൂസിന് വേണ്ടിയിട്ട്. ഇതെന്റെ ഷൂസ് കളക്ഷൻസ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, അത്യാവശ്യം ഷൂസ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ഇതാണ് എൻ്റെ PC ഏരിയ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഡ്രൈ ക്യാബിന് സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്യാമറയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് റൂമിന്റെ ലൈറ്റ് ഓഫ് ചെയ്ത നൈറ്റ് ലുക്ക് ഒന്ന് കണ്ടാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പോൾ ഓക്കെ, ബൈ.